ഹായ് ഓൾ. ഇന്ന് നമുക്ക് സാൽമണല്ലയുടെ ലാബ് ഡയഗ്നോസിസിനകത്ത് വരുന്ന സാൽമണല്ലയുടെ സീറോ ഡയഗ്നോസിസ് നോക്കാം. നമുക്ക് മെയിനായിട്ട് സീറോ ഡയഗ്നോസിസിൽ കുറേ ഡയഗ്നോസിസ് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് വൈഡാൽ ടെസ്റ്റാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഈ സീറോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ സിറത്തിൻ്റെ അകത്തുള്ള ആന്റിബോഡിനെ ഡിറ്റക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ സിറത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ യൂറിൻ്റെ അകത്തുള്ള ആന്റിജനെ ഡെമോൺസ്ട്രേഷൻ ചെയ്യലാണ് നമ്മൾ മെയിനായിട്ട് സീറോ ഡയഗ്നോസിസിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൽ തന്നെ നമ്മൾ സീറോ ഡയഗ്നോസിസിനകത്ത് ഡെമോൺസ്ട്രേഷൻ ഓഫ് സിറം ആന്റിബോഡീസിനാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ക്ലാസ്സിൽ. അതിന് നമ്മൾ കോമൺലി ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡാൽ ടെസ്റ്റ് ആണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിറം ആന്റിബോഡി ഡിറ്റക്ഷൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ആൻ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ബോഡിൻ്റെ അകത്ത് ആന്റിബോഡീസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ബൈ യൂസിങ് സ്പെസിഫിക് ആന്റിജൻസ് ലൈക്ക് ONH ആന്റിജൻസ്, AH ആന്റിജൻ, BH ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഇറ്റ് ഈസ് ആൻ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രസൻസ് ഓഫ് സിറം അഗ്ലൂട്ടിനേറ്റ്സ് ഇൻ പേഷ്യന്റ് സിറം, ദാറ്റ് ഈസ് വിത്ത് ടൈഫോയിഡ് ആൻഡ് പാരടൈഫോയിഡ് ആന്റിജൻസ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന നോക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ആന്റിബോഡീസ് അപ്പിയർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എൻഡ് ഓഫ് ഫസ്റ്റ് വീക്കിലായിരിക്കും. ഓക്കെ, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പേഷ്യൻസിന്റെ ബോഡിയിൽ ആന്റിബോഡിയുടെ അപ്പിയറൻസ് കാണപ്പെടുന്നത് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഫസ്റ്റ് വീക്ക് ആയിരിക്കും. ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ഇതങ്ങ് ഹൈ ഇൻക്രീസിങ് ടൈറ്റർ ആയിരിക്കും. നമ്മുടെ ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ ടൈഫോയിഡിന് എൻട്രിക് ഫീവറിന് അഗേൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ആന്റിബോഡീസിന്റെ ടൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നല്ല അതിന് ആഫ്റ്റർ 1 വീക്ക് എന്തായിരിക്കും, ആഫ്റ്റർ ഫസ്റ്റ് വീക്ക് എന്തായിരിക്കും എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് ടൈറ്റിലായിട്ട് കാണാൻ പറ്റും. അത് നമുക്കൊരു 3rd and 4th വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പീക്കിൽ എത്തിയിട്ടുണ്ടാവും ഈ ഒരു ആന്റിബോഡി ടൈറ്റർ. ദെൻ 4th വീക്കിന് ശേഷം പതുക്കെ അത് എന്ത് സംഭവിക്കുന്നത്, ഡിക്ലൈൻ ചെയ്യാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വൈഡാൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ട്യൂബ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഫെലിക്സ് ട്യൂബ് ആൻഡ് ഡ്രയേഴ്സ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ട്യൂബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രയേഴ്സ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ നാരോ ട്യൂബ് ആയിരിക്കും വിത്ത് കോണിക്കൽ ബോട്ടം ആയിരിക്കും. ഇത് മെയിനായിട്ട് മെയിൻലി ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് H അഗ്ലൂട്ടിനേഷൻ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്താണ് ഫെലിക്സ് ട്യൂബ്. ഇത് ഷോർട്ട് റൗണ്ട് ട്യൂബ് ആയിരിക്കും. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ O അഗ്ലൂട്ടിനേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H ആന്റിജൻസും O ആന്റിജൻസും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് സാൽമണല്ല ടൈഫീഡും അതുപോലെ തന്നെ സാൽമണല്ല ടൈഫീഡ് O ആന്റിജനും സാൽമണല്ല ടൈഫീഡ് H ആന്റിജനും, പിന്നെ അതുപോലെ തന്നെ SPA ദാറ്റ് ഈസ് സാൽമണല്ല പാരടൈഫി എയുടെ H ആന്റിജൻസും ദെൻ സാൽമണല്ല പാരടൈഫി ബിയുടെ H ആന്റിജൻസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ H അഗ്ലൂട്ടിനേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണപ്പെടുക ലൂസ് കോട്ടൺ വൂളി ക്ലംസ് ആയിട്ടായിരിക്കും നമുക്ക് അഗ്ലൂട്ടിനേഷൻ കാണാൻ പറ്റുക. ഇനി അതേ സമയത്ത് O ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും കാണാൻ പറ്റുക, ഗ്രാനുലർ ഡെപ്പോസിറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ട്യൂബ്സ് ആയിരിക്കും. ആ രീതിയിലായിരിക്കും നമുക്ക് ഇതിന്റെ അഗ്ലൂട്ടിനേഷൻ കാണാൻ പറ്റുക. ഓക്കെ, നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് ഫ്രോഗ് എന്ന് ഓർമ്മിച്ച് നോക്കുക. FROG, ഫ്രോഗ്. ദാറ്റ് ഈസ് F മീൻസ് ഫെലിക്സ് ട്യൂബ് ആണ്. FR ഇറ്റ് ഈസ് റൗണ്ട് ബോട്ടം ആയിരിക്കും. FRO മീൻസ് O അഗ്ലൂട്ടിനേഷൻ ആയിരിക്കും. ദെൻ G മീൻസ് ഗ്രാനുലർ ഡെപ്പോസിറ്റ്. ആ രീതിയിൽ ഫ്രോഗ് എന്നുള്ള രീതിയിൽ ഓർമ്മിച്ചേക്കുക. ദാറ്റ് ഈസ് ഫെലിക്സ് ട്യൂബ്, റൗണ്ട് ബോട്ടം, O അഗ്ലൂട്ടിനേഷൻ ആൻഡ് ഗ്രാനുലർ ടെക്സ്ചർ. ആ ഒരു രീതിയിലാണ് നമ്മളിത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫെലിക്സ് ട്യൂബും ഡ്രയേഴ്സ് ട്യൂബ് ആയിരിക്കും. ഡ്രയേഴ്സ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു കോണിക്കൽ ട്യൂബ്സ് ആയിരിക്കും. ഫെലിക്സ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ നോക്കുന്ന സമയത്ത് ആന്റിജൻ പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മെയിൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ O ആന്റിജനെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീനോൾ അഗാറിലായിരിക്കും നമ്മൾ ഇതിന്റെ ഓർഗാനിസത്തിന്റെ ഇനോക്കുലേഷൻ ചെയ്യുക. അതായത് 1:800 പ്രൊപ്പോർഷനകത്തുള്ള ഫീനോൾ അഗാർ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഒന്നുമില്ല, ന്യൂട്രൺ അഗാറിനകത്ത് കുറച്ച് ഫീനോൾ ഒഴിക്കുന്നു, അത്രേ പരിപാടിയുള്ളൂ. ഫീനോൾ അഗാർ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓർഗാനിസത്തിന് നമ്മൾ സലൈനിലേക്ക് പ്രിപ്പയർ ചെയ്യും. ദാറ്റ് സലൈൻ സസ്പെൻഷൻ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കിയ സലൈൻ ബാക്ടീരിയൽ സസ്പെൻഷൻ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. നമ്മൾ 20 times വോളിയം ഓഫ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ, നമ്മൾ എത്രത്തോളമാണോ നമ്മൾ ഈ ഒരു സലൈൻ വെച്ചിട്ട് സസ്പെൻഷൻ ബാക്ടീരിയ ഫീനോൾ അഗാറിലുള്ള ഓർഗാനിസത്തിന് നമ്മൾ സലൈൻ സസ്പെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ദെൻ അതിന്റെ 20 times വോളിയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആബ്സല്യൂട്ട് ആൽക്കഹോൾ വെച്ചിട്ട് ഇതിനെ ഈ ഒരു ഓർഗാനിസത്തിന് ബാക്ടീരിയ സസ്പെൻഷൻ നല്ലപോലെ മിക്സ് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ 40 to 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യുക, 30 minutes ഹീറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ട്യൂബിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് എടുത്തിട്ട് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് സലൈൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, റീസസ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ ക്ലോറോഫോം നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ O ആന്റിജന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ദെൻ H ആന്റിജൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ
അതെന്തെടുക്കുക 24 hour ഗ്രോത്ത് കൾച്ചർ ഓഫ് സലൈൻ സസ്പെൻഷൻ ഓഫ് അഗാർ എടുക്കുക. അതായത് ഒന്നുമില്ല, നല്ല ന്യൂട്രൻ്റ് അഗാറിൽ ഗ്രോ ചെയ്തിട്ടുള്ള ഒരു സാൽമണല്ലയുടെ ഓർഗാൻസ് എടുക്കുക. ദെൻ അതിന് നമ്മൾ എന്തിലേക്ക് ഇനോക്കുലേഷൻ ചെയ്ത് വെക്കുക? നമ്മൾ സലൈൻ്റെ അകത്തേക്ക് ഇനോക്കുലേഷൻ എടുത്ത് വെക്കുക. 24 hour മുമ്പേ ഉള്ള ഓർഗാൻസത്തിന് നമ്മൾ സലൈൻ സസ്പെൻഷനകത്തേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ 0.1% ഫോർമാലിൻ വെച്ച് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എച്ച് ആൻറ്റിജൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഒരു സ്റ്റേബിൾ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള സാൽമണല്ല ടൈഫി 901 സ്ട്രെയിൻസ് ഉണ്ട്. അതിൻ്റെ ഓയും പിന്നെ അതുപോലെ തന്നെ എച്ച് ആൻറ്റിജൻസും നമുക്ക് വേണമെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാം. ആൻറ്റിജൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൽമണല്ല ടൈഫിയുടെ ഒ ആൻറ്റിജൻ, സാൽമണല്ല ടൈഫിയുടെ എച്ച് ആൻറ്റിജൻ, സാൽമണല്ല പാരാടൈഫിയുടെ എച്ച് ആൻറ്റിജൻ, സാൽമണല്ല പാരാടൈഫിയുടെ എച്ച് ആൻറ്റിജൻ. ആ രീതിയിൽ നമ്മൾ ഒ എച്ച് എ എച്ച് ബി എച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ നമ്മൾ പറയാറുള്ളത്. നമ്മൾ ഇതിന്റെ രണ്ട് പ്രൊസീജിയർ ഉണ്ട്. സ്ലൈഡ് മെത്തേഡ് ഉണ്ട്, ട്യൂബ് മെത്തേഡ് ഉണ്ട്. നമ്മൾ കോമൺലി ചെയ്യുന്ന ട്യൂബ് മെത്തേഡ് ആണ്. സ്ലൈഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ സ്ക്രീനിങ് മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിറ്റിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്ലാസ്, ഒരു സ്ലൈഡ് കിട്ടും. ആ സ്ലൈഡ് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ അൺഡൈലൂറ്റഡ് സിറം നമ്മൾ 50 മൈക്രോലിറ്റർ വെച്ചിട്ട് ആഡ് ചെയ്ത് പോകാം. മെയിനായിട്ട് 4 ട്യൂബ്സിലേക്ക് 4 ഏരിയയിലേക്ക് 4 സർക്കിളിലേക്ക് ആഡ് ചെയ്യുക. ദെൻ അത് കൂടാണ്ട് 5th ഉം 6th ഉം 2 സർക്കിളും കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് വെക്കാം. അതെന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പേഷ്യന്റിന്റെ സിറം ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക? 1 ഡ്രോപ്പ് ഒ എച്ച് എ എച്ച് ബി എച്ച് ഇങ്ങനെ ആഡ് ചെയ്തു. അതായത് ഫസ്റ്റ് സർക്കിളിലേക്ക് ഒ ആഡ് ചെയ്യുക, സെക്കൻഡ് സർക്കിളിലേക്ക് എച്ച് ആഡ് ചെയ്യുക, തേർഡിലേക്ക് എ എച്ച്, ഫോർത്തിലേക്ക് ബി എച്ച് എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്ത് പോകാം. ദെൻ നമുക്ക് എന്ത് വേണം? നമുക്ക് പോസിറ്റീവ് കൺട്രോൾ നമ്മൾ ഓൾറെഡി 4th, 5th ഉം 6th നമ്മൾ എന്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്? പോസിറ്റീവ് കൺട്രോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പോസിറ്റീവ് കൺട്രോൾ അല്ല 5th ലേക്കും 6th ലേക്കും ഒന്നിൻ്റെ അകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യാം? ഒ ആൻറ്റിജൻസ് ആഡ് ചെയ്യാം. ദെൻ രണ്ടാമത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു എച്ച് ആൻറ്റിജൻസും കൂടി ആഡ് ചെയ്ത് വെക്കാം. ഇത് ജസ്റ്റ് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഓന്റെ അഗ്ലൂട്ടിനേഷൻ എങ്ങനെയാണ്, ദെൻ എച്ചിന്റെ അഗ്ലൂട്ടിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ആ കൺട്രോൾ വെക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാം? നല്ലപോലെ അത് മിക്സ് ചെയ്യുക. ഓരോരോ അതിൻ്റെതായ അപ്ലിക്കേറ്റർ സ്റ്റിക്ക് ഉണ്ടാവും. സ്റ്റിക്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 1 മിനിറ്റ് നമ്മൾ വെക്കാം. ദെൻ വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഒരു അഗ്ലൂട്ടിനേഷൻ കിട്ടണം. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒരു അഗ്ലൂട്ടിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫർദർ ആയിട്ട് നമ്മൾ ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എത്രത്തോളം ടൈറ്റർ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ദർ ഇസ് നോ അഗ്ലൂട്ടിനേഷൻ ആണ്, എന്തായിരിക്കും? ദിസ് ടെസ്റ്റ് ഈസ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലൈഡ് മെത്തേഡിന്റെ പ്രൊസീജിയർ വരുന്ന ട്യൂബ്സ് ആണ്. കണ്ടില്ലേ? ഓവന്റെ ഒരു സർക്കിൾ മിക്സ് ചെയ്തു ഈ ഒരു രീതിയിലാണ്. പോസിറ്റീവ് കൺട്രോൾ കണ്ടില്ലേ? ഈ ഒരു അഗ്ലൂട്ടിനേഷൻ നമുക്ക് കാണാൻ പറ്റണം പോസിറ്റീവ് കൺട്രോളിനകത്ത്. ഓക്കെ, ദെൻ ഇതിന്റെ ട്യൂബ് മെത്തേഡിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ പറയുന്നത്. ഇതിൽ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഡിഫറെന്റ് ഡയലൂഷൻസ് ഉള്ള പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത്. നമ്മളിപ്പം പണ്ട് കാലത്ത് 1:15, 1:13 ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് 1:20 ഡയലൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് 7 ട്യൂബ്സ് എടുക്കാം. 7 ട്യൂബ് അല്ലെങ്കിൽ 6 ട്യൂബ്സ് എടുക്കാം. ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ട്യൂബിലേക്ക് ഇതെങ്ങനെ എടുക്കണം? നമ്മൾ ഓരോന്നിന്റെ റോ എടുക്കണം. അതായത് ഇത് ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ എന്ത് മാത്രമേ ഉള്ളൂ? ഓന്റെ ട്യൂബ്സ് മാത്രമേ, ഓന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ എച്ചിന് എടുക്കണം, എ എച്ചിന് എടുക്കണം, ബി എച്ചിനും എടുക്കണം. ഓക്കെ, ഇത് നമ്മൾ എന്തെടുക്കാം? 6 ട്യൂബ്സ് എടുക്കാം. അതായത് 6 ട്യൂബ്സ് എത്ര വേണം? ഓയ്ക്ക് ഒരു 6 ട്യൂബ് വേണം, എച്ചിന് 6 എണ്ണം വേണം, എ എച്ചിന് 6 വേണം, ബി എച്ചിന് 6 വേണം. ആ ഒരു 6 ട്യൂബ്സ് എടുത്ത് വെക്കാം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ 1.9 ml സലൈൻ ആഡ് ചെയ്യാം. 1.9 ml സലൈൻ ആഡ് ചെയ്യാം. ദെൻ ബാക്കിയുള്ള ട്യൂബിലേക്കൊക്കെ നമ്മൾ എത്ര ml ആഡ് ചെയ്യാം? 1 ml സലൈൻ വെച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ അകത്തോട്ട് നമ്മൾ 0.1 ml സിറം ആഡ് ചെയ്യാം. ഓക്കെ, 0.1 ml എന്ന് പറഞ്ഞാൽ 100 മൈക്രോലിറ്റർ ആണ്. മറ്റേ എത്രയാണ്? 1900 ml ആണ്, മൈക്രോലിറ്റർ ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ 0.1 ml അല്ലെങ്കിൽ 100 മൈക്രോലിറ്റർ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? സിറം ആഡ് ചെയ്യുന്നു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അന്നേരം അവിടുത്തെ ടോട്ടൽ വോളിയം എത്രയായി? ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ml ആയി. അന്നേരം അവിടുത്തെ ഡയലൂഷൻ എത്ര വരുന്നത്? 1:20 ഡയലൂഷൻ ആണ് വരിക. അതായത് ഡയലൂഷൻ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറം വോളിയം എടുക്കാം. സിറം വോളിയം നമ്മൾ എത്ര ആഡ് ചെയ്യുന്നത്? സിറം വോളിയം 0.1 അല്ലെ? 0.1 ഡിവൈഡഡ് ബൈ ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ എടുക്കാം. ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര കിട്ടും? 1.9 പ്ലസ് 0.1 ദാറ്റ് ഈസ് 2 ml കിട്ടും അല്ലെ? ദാറ്റ് ഈസ് ശരിക്കും ഡയലൂഷൻ എത്ര വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.1/2 ആണ് ഡയലൂഷൻ വരുന്നത്. പക്ഷെ നമ്മൾ 0.1ന്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാറില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 0.1നെ നമ്മൾ 1ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു അല്ലെ? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
ദാറ്റ് ഈസ് അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 1:20 എന്നുള്ള ഡയലൂഷനിൽ കിട്ടുന്നത്. ഇതിനെടുത്തതിന് ശേഷം ഈ ഡയലൂഷൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് വരുന്ന സിറോളജിയിലെ മേജർ എക്സ്പെരിമെൻ്റ് ആണെന്നായിരിക്കും വൈഡാൽ ടെസ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ട്യൂബിൽ നിന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1 ml നമ്മൾ സെക്കൻഡ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇത് എന്ത് ചെയ്യുക, വീണ്ടും പിപ്പറ്റിന്റെ ടിപ്പൊക്കെ മാറ്റുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ദെൻ ഫസ്റ്റ് ഒരു 1 ml വീണ്ടും നമ്മൾ അഡ്ജസ്റ്റന്റ് ട്യൂബിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ദെൻ ലാസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 ml ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഡയലൂഷൻ അപ്പോഴത്തേക്ക് എങ്ങനെ വരും, 1:20, 1:40, 1:80, 1:60, 1:360, സോറി 1:320, 1:640 വരും. ദെൻ ഇവിടുത്തെ ഡയലൂഷൻ സെക്കൻഡ് ട്യൂബിലെ ഡയലൂഷൻ എങ്ങനെ 1:40 വരുന്നത്, അവിടെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോളിയം എത്രയാണ് നമ്മൾ എടുക്കുന്നത്, 1.9. അതായത് ഇവിടെ ടോട്ടൽ വോളിയം എത്ര വന്നു, സെക്കൻഡ് ട്യൂബിൽ വരുന്ന സമയത്ത് സിറത്തിന്റെ വോളിയം 1 ml വന്നു അല്ലെ, നമ്മൾ ഇവിടുന്ന് 1 ml ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, 1 ml വന്നു. ദെൻ അതിൻ്റെ അകത്ത് 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സസ്പെൻഷൻ എത്ര കിട്ടി, 2 ml ഉണ്ടാവും അല്ലെ. ദെൻ 1/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, ഇവിടെ ഡയലൂഷൻ എത്ര വരുന്നത്, 1/2 ഡയലൂഷൻ ആണ് വരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ എടുത്ത സിറം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഓൾറെഡി ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത സിറം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഡയലൂട്ടഡ് ആണ് അല്ലെ, ഓൾറെഡി ഡയലൂട്ടഡ് സിറം ആണ്. എത്രയിൽ ഡയലൂട്ടഡ് ചെയ്തിട്ടുണ്ട്, 1:20 ഡയലൂഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ നെറ്റ് ഡയലൂഷൻ എവിടെ എത്ര കിട്ടും, 1/2 into 1/20 ദാറ്റ് ഈസ് 1/40. അങ്ങനെയാണ് സെക്കൻഡ് ട്യൂബിൽ നമുക്ക് എന്ത് കിട്ടുന്നത്, 1/40 ഡയലൂഷൻ കിട്ടുന്നത്. ഓക്കെ, ദെൻ തേർഡ് ട്യൂബിൽ അങ്ങനെ 1:80 കിട്ടുന്നത്, ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ദെൻ തേർഡ് ട്യൂബിലെ ഡയലൂഷൻ എത്ര വരുന്നത്, ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ഡയലൂഷൻ ആണ് വരേണ്ടത് അല്ലെ. ടോട്ടൽ 2 ml ഉണ്ട്, അതിൻ്റെ അകത്ത് 1 ml സിറം വരുന്നുണ്ട്, 1/2 ആണ് ഡയലൂഷൻ വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ എടുത്തിട്ടുള്ള സിറം എന്താണ്, ഓൾറെഡി ഇവിടുന്ന് ഡയലൂട്ടഡ് ചെയ്ത സിറമാണ്, ദാറ്റ് ഈസ് 1/40 ഡയലൂഷൻ ചെയ്ത സിറമാണ്. ദെൻ 1/40 into 1/2 = 1/18. ആ രീതിയിലാണ് നമുക്ക് ഇവിടെ ഡയലൂഷൻസ് കിട്ടുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആന്റിജൻ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് OH, AH, BH ആന്റിജൻസ് യൂസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഓന്റെ ആന്റിജൻ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു, എച്ചിന്റെ ആഡ് ചെയ്ത് പോകുന്നു, AHന്റെ ആഡ് ചെയ്ത് പോകുന്നു, BHന്റെ ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ 37°C ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പിറ്റേന്ന് ആഫ്റ്റർ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ നമ്മൾ ഇതിന്റെ ബോട്ടത്തിൽ നമ്മൾ അഗ്ലൂട്ടിനേഷൻ പാറ്റേൺ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അതിന്റെ ആദ്യത്തെ ബുക്കിന്റെ ആദ്യത്തെ ഇതിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഒറ്റൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 4 എണ്ണം വരുന്നത്, ദാറ്റ് ഈസ് O ആന്റിജൻ വരുന്നുണ്ട്, H ആന്റിജൻ, AH ആന്റിജൻ, BH ആന്റിജൻ. സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ആന്റിജൻ ആഡ് ചെയ്യുന്നത്, ആകെ ഡയലൂഷനിൽ മാത്രമേ വ്യത്യാസം വരും. ഇത് എല്ലാ എണ്ണത്തിലും ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ കാണിച്ച 4 ട്യൂബ്സ് വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ 37°C നമ്മൾ ഇൻക്യുബേഷൻ ചെയ്ത് വെച്ചു. ദെൻ അതിനുശേഷം നമ്മൾ എന്താ നോക്കുന്നത്, ഇതിന്റെ ട്യൂബിന്റെ ബോട്ടത്തിൽ നമ്മൾ അഗ്ലൂട്ടിനേഷൻ പാറ്റേൺ നോക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് എന്ത് ചെയ്യും, അഗ്ലൂട്ടിനേഷൻ കാണണം നിർബന്ധമില്ല, ദാറ്റ് ഈസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതായത് അഗ്ലൂട്ടിനേഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് എന്നാണെങ്കിൽ എന്തായിരിക്കും, ഒരു ബട്ടൺ മോഡൽ, ഒരു കോമ്പാക്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ബട്ടൺ ലൈക്ക് അപ്പിയറൻസ് എനിക്ക് കാണപ്പെടും. അതേ സമയത്ത് അഗ്ലൂട്ടിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു ഇറഗുലർ ക്ലംസ്, അതായത് ഒരു ഷീൽഡിന്റെ അപ്പിയറൻസ് ആയിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് അഗ്ലൂട്ടിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് മേ ബി പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ദെൻ നമ്മൾ എന്ത് നോക്കുന്നു, ഇങ്ങനെ അഗ്ലൂട്ടിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് നോക്കുന്നു, സിഗ്നിഫിക്കന്റ് ടൈറ്റർ നോക്കുന്നു. എന്താ സിഗ്നിഫിക്കന്റ് ടൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹയസ്റ്റ് ഡയലൂഷൻ വിച്ച് ഷോസ് വിസിബിൾ അഗ്ലൂട്ടിനേഷൻ എന്നുള്ള രീതിയിൽ ഏതാണോ ഹയസ്റ്റ് ഡയലൂഷൻ അതിന്റെ റെസിപ്രോക്കൽ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു ബട്ടൺ ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു കാർപ്പറ്റ് ലൈക്ക് അപ്പിയറൻസ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ആണ് നമ്മൾ ആക്ച്വൽ ചെയ്ത സംഭവം. ദാറ്റ് ഈസ് എന്താണ്, 1:20 ഡയലൂഷൻ സ്റ്റാർട്ട് ചെയ്തു, 1:640 വരെ ഉണ്ട്. 1:20 നല്ല രീതിയിൽ അപ്പിയറൻസ് ഉണ്ട്, 40 ഉണ്ട്, 80 ഉണ്ട്, 160 ഉണ്ട്. ദെൻ എന്തായിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ടൈറ്റർ എത്രയായിരിക്കും, 160 ആയിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ടൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണ്, ഇവിടെ ഹയസ്റ്റ് ഡയലൂഷൻ വിച്ച് ഷോസ് വിസിബിൾ അഗ്ലൂട്ടിനേഷൻ ആണ് സിഗ്നിഫിക്കന്റ് ടൈറ്ററിനെ പറ്റി പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് വൈഡാൽ ടെസ്റ്റ്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആന്റിബോഡി അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7 to 10th ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ബോഡിയിൽ ആന്റിബോഡി അപ്പിയർ ചെയ്യത്തുള്ളൂ. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, പതുക്കനെ ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നു. 3rd അല്ലെങ്കിൽ 4th വീക്ക് വരെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇത് ഇൻക്രീസ് ചെയ്ത് വരും. ദെൻ ആഫ്റ്റർ 4th വീക്ക് എന്ത് സംഭവിക്കുന്നു, ഇത് ഡിക്ലൈൻ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് വൈഡൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 4-fold റൈസ് വേണമെങ്കിൽ വരാം. അതായത് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് പെയർഡ് സാമ്പിൾസ് വെച്ച് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എൻഡറിക് ഫീവർ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യന്റ് വന്നു, എൻഡ് ഓഫ് ദ ഫസ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാമ്പിൾ കളക്ട് ചെയ്യുന്നു, നമ്മൾ വൈഡൽ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നു. ഓക്കെ, സെയിം പേഷ്യന്റിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു സെക്കൻഡ് സാമ്പിൾ എടുക്കുന്നു. എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3rd വീക്ക് ഒക്കെ എത്തിക്കഴിഞ്ഞ ശേഷം നമ്മൾ സെക്കൻഡ് സാമ്പിൾ എടുക്കാം. സെക്കൻഡ് സാമ്പിൾ എടുത്ത് നമ്മൾ വൈഡൽ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ടൈറ്റർ റൈസ് കാണാം. അതാണ് നമ്മൾ പറഞ്ഞത്, ചില സമയത്ത് എന്ത് ചെയ്യും, 4-fold അല്ലെങ്കിൽ 4 ഇരട്ടി അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ടൈറ്റർ ഹൈ ആകുന്നത് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്കിൽ അറ്റ് എൻഡ് ഓഫ് ഫസ്റ്റ് വീക്കിൽ ചെറുങ്ങനെ അപ്പിയർ ചെയ്യുന്നേ ഉള്ളൂ. ദെൻ 3rd വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, 3rd അല്ലെങ്കിൽ 4th വീക്ക് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ മാക്സിമം എത്തിയിട്ടുണ്ടാവും. മൂന്നാമത്തെ പറഞ്ഞാൽ ഒരു സിംഗിൾ ടെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ 1/100 ടൈറ്റർ ഓഫ് ഓയും 1/200 ടൈറ്റർ അല്ലെങ്കിൽ ഓഫ് എച്ച് അല്ലെങ്കിൽ അത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിഗ്നിഫിക്കൻ്റ് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാ കേസിലും ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ചില കേസിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ആന്റിബോഡി ടൈറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് പാസ്റ്റ് അല്ലെങ്കിൽ പണ്ട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ പാസ്റ്റ് സഫറിംഗ് ഫ്രം എൻഡറിക് ഫീവർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഅപ്പാരന്റ് ഇൻഫെക്ഷൻ ആകുക, അല്ലെങ്കിൽ ഫോളോയിങ് വാക്സിനേഷൻ. ഈ 3 കാര്യങ്ങൾ കൊണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് കാണാം, ഇലവേറ്റഡ് ആന്റിബോഡി ലെവൽസ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ആന്റിബോഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിനെ എന്തെന്ന് പറയാൻ പാടില്ല, ഇറ്റ് മേ ബി എൻഡറിക് ഫീവർ നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല. ചില സമയത്ത് എന്ത് സംഭവിക്കുന്നു, വേറെ കണ്ടീഷൻസ് കൊണ്ട് ഈ ഒരു രീതിയിൽ ടൈറ്റർ കിട്ടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് ടാബ് വാക്സിൻ എടുത്ത പേഷ്യന്റ്, ദാറ്റ് ഈസ് ടാബ് വാക്സിൻ എന്താ നമ്മൾ ഉദ്ദേശിച്ചത്, ഇറ്റ് ഈസ് ട്രൈവാലന്റ് വാക്സിൻ ആണ്. സാൽമണല്ല ടൈഫി, സാൽമണല്ല പാരാടൈഫി എ, സാൽമണല്ല പാരാടൈഫി ബി. ഈ ടാബ് വാക്സിൻ ഒക്കെ എടുത്ത പേഷ്യന്റിന്റെ ബോഡിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ടൈറ്റർ ഓഫ് ആന്റിബോഡീസ് അഗൈൻസ്റ്റ് സാൽമണല്ല ടൈഫി ഉണ്ടാവും, SPA ഉണ്ടാവും, SPB ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ഒരു ഇൻഫെക്ഷന്റെ സമയത്താണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഷീസിന് അഗൈൻസ്റ്റ് ആയിട്ട് മാത്രമേ ആന്റിബോഡി ടൈറ്റർ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണ് നമ്മളിത് വാക്സിനേഷന്റെ ആണോ ഇനി അതല്ല ഇൻഫെക്ഷൻ ആണോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പാസ്റ്റിലെങ്കിലും ഒരു എൻഡറിക് ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില ആൾക്കാർക്ക് ഈ അനാമനസ്റ്റിക് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതായത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീവേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്, അതായത് മലേറിയ ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഇൻഡിവിജ്വൽസിന്, അതായത് പണ്ട് എന്തുണ്ടായിരുന്നു, എൻഡറിക് ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു, അവർ ഇമ്മ്യൂണൈസേഷൻ എടുത്തിന് ആൾക്കാരാണെങ്കിൽ അവർക്ക് ചില കേസിൽ എന്ത് വരും, ഈ ഒരു അനാമനസ്റ്റിക് ഇമ്മ്യൂൺ റെസ്പോൺസ് റിയാക്ഷൻസ് വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യും, ട്രാൻസിയന്റ് റൈസ് ഓഫ് ആന്റിബോഡീസിനായിരിക്കും നമ്മുടെ ബോഡി കാണാൻ പറ്റും. അതേ സമയത്ത് ഇൻഫെക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ഓൺലി റൈസിന്റെ സസ്റ്റൈൻഡ് എൻഡറിക് ഫീവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഒരു അനസ്റ്റമാറ്റിക് റെസ്പോൺസ് ഇൻഡിവിജ്വൽസിന് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിന് നമ്മൾ ക്ലോറാംഫെനിക്കോളൊക്കെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മറ്റേ ആന്റിബോഡി റെസ്പോൺസ് വളരെ കുറവേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫിംബ്രിയ ഫ്രീ ആയിട്ടുള്ള ബാക്ടീരിയൽ സസ്പെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ചാൻസസ് കൂടുതലാണ്, ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫാൾസ് പോസിറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് ആണ്. ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, ദെൻ പോസ്റ്റ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, ഇമ്മ്യൂണൈസേഷൻ വിത്ത് ടൈഫോയിഡ് വാക്സിൻ, ക്രോണിക് കാരിയേഴ്സ് ഓഫ് സാൽമണല്ല ടൈഫി, അനാമനസ്റ്റിക് റെസ്പോൺസ്, പേഷ്യൻസ് വിത്ത് സിറോസിസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ്, then poor quality of antigens used for the test. ഇത്രയാണ് ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ്. ദെൻ ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു early in the disease sample collection. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് വീക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, സിറം ആന്റിബോഡി പ്രസന്റ് ആയിരിക്കുള്ളൂ. ദെൻ എന്ത് ചെയ്യുക, ഫീവർ വന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ വൈഡാലിന് വേണ്ടി സാമ്പിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ദെൻ പേഷ്യന്റ് ട്രീറ്റിംഗ് വിത്ത് ആന്റിബയോട്ടിക്സ്, ദെൻ 5 to 10% ഡസ് നോട്ട് റെസ്പോണ്ട് ബൈ എനി ആന്റിബോഡി ഫോർമേഷൻ. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് ഫാൾസ് പോസിറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് വരുന്നത്. Then other serological ടെസ്റ്റിന്റെ അകത്ത് വരുന്നത് ഇൻഡയറക്റ്റ് ഹീമോഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, കൗണ്ടർ കറന്റ് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, ദെൻ ഇൻഡയറക്റ്റ് ഫ്ലോറസന്റ് VI ആന്റിബോഡി ടെസ്റ്റ്, ദെൻ IgM ELISA ആൻഡ് IgG ELISA ഒക്കെയാണ് അടുത്ത ടെസ്റ്റുകൾ വരുന്നത്. ഇത്രയാണ് നമ്മുടെ സെറോളജിക്കൽ ഡയഗ്നോസിസിന്റെ അകത്ത് ആന്റിബോഡി ഡെമോൺസ്ട്രേഷൻ്റെ അകത്ത് വരുന്നത്.